ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത അതുൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ. ഒന്നും എടുക്കണം എന്ന് വിചാരിക്കട്ടോ. അവിടെ തണുപ്പൊക്കെ തുടങ്ങി. അപ്പോൾ നമുക്ക് രാവിലെ ഒരു മടിയാണ് വീഡിയോ എടുക്കാൻ സമാപ്തം. എൻ്റെ മോള് എണീച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. രാവിലെ തന്നെ ഞാൻ കണ്ണാട്ടം പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ചായ ഉണ്ടാക്കാൻ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കണം. ടൈമില്ല. കുഞ്ഞാ പിണീച്ചിക്കിന് മോളെ മാനേജ് ചെയ്യണം. രണ്ടും കൂടി നടക്കുമെന്ന് അറിയില്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ. അമ്മേന്റെ കുഞ്ഞാപ്പി എവിടെടാ? അമ്മേനെ തുത്തൂരു എണീച്ചണോ? വാ വാ വാ, എണീച്ചി. ഹായ്. ആ പുതപ്പിന്റെ കനം കൊണ്ട് വീണു പോയി. അപ്പം അതാ ഞാൻ ഓളെ പിന്നെ ഉറക്കിട്ടോ. കാരണം ഓള് ഉറങ്ങാതിരുന്നാൽ എനിക്ക് പണി കിട്ടും. ഇനി ഒന്നും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ചെറിയൊരു ഉറക്കുണ്ടായതുകൊണ്ട് ഞാൻ ഓളെ ഉറക്കി. ഇനി ഞാൻ വേഗം ചായ ഉണ്ടാക്കട്ടെ. 8 മണി 8:15 ആവുമ്പോഴേക്കും കണ്ണാടിന് പോകണം. 8 മണിക്ക് പോകണം അല്ലേ? 8 മണിക്ക് പോകണം. അപ്പം ഞാൻ വേഗം ചായ ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചായക്ക് ഞാൻ ഉപ്പുമാവായിട്ടുണ്ടാക്കുന്നത്. കാരണം കുറച്ച് ലേറ്റ് ആയതുമല്ല, കണ്ണാട്ട് ഒന്ന് നേരത്തെ പോകണം. അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും ഒന്ന് ഉപ്പുമാവ് വെക്കാം. ചുവ വേഗം കഴിയുമല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഇന്നൊരു പണിയിലാണ്. അപ്പോൾ ഇതാ കണ്ണായിട്ട് ചായയൊക്കെ കുടിച്ച് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞാനിന്ന് എന്തായാലും ഓളി എണീച്ചില്ല. അപ്പോൾ ഓളി എണീക്കുന്നതിന് മുന്നേ ഞാനും കൂടി ഒന്ന് ചായ കുടിക്കട്ടെ വിചാരിച്ച്. എണീച്ച് കഴിഞ്ഞാൽ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ ഉറങ്ങുന്ന നേരം കൊണ്ട് ഞാൻ എന്തെങ്കിലും എൻ്റെ പണി എടുക്കാൻ പറ്റുമെങ്കിൽ അതോടെ ഒന്ന് എടുക്കാൻ പറ്റും. നല്ല തണുപ്പാട്ടോ അവിടെ. നല്ല തണുപ്പാണ്. ഇപ്പം എത്രയാ -2 -1 അങ്ങനെ എന്തോ ആണ് ഇപ്പോൾ ഇവിടെ വെതർ. എന്തായാലും ഞാൻ ചായ എടുക്കട്ടെ. ചായ അടിച്ചിട്ട് കാണാം. അപ്പോൾ ഇതാ എൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ വേഗം കുടിച്ചതാണ്. എന്താ വെച്ചാൽ ഓൾ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ എനിക്ക് കുറച്ച് തുണി തിരുമ്പാണ്ട്. അലക്കാനൊന്നും എൻ്റെ വായ വരില്ല. കുറച്ച് തുണി തിരുമ്പാണ്ട്. അപ്പോൾ അത് ഓൾ എണീച്ച് കഴിഞ്ഞാൽ തീരെ സമ്മതിക്കാത്ത കാര്യങ്ങൾ അതൊക്കെയാണ്. കാരണം കുളിമുറിയിലേക്ക് ഓളെ കൊണ്ടുവന്ന് തിരുമ്പാൻ നോക്കിയാൽ ഇപ്പോൾ ഒന്നാമത് തണുപ്പാണ്. അപ്പോൾ വെള്ളത്തിൽ കളിച്ച് വയ്യായി എന്തെങ്കിലും വരുത്തും. പിന്നെ എനിക്ക് തന്നെ വെള്ളം തൊട്ടാന്ന് അറിയില്ല. അപ്പോൾ വെറുതെ ഒന്നായിട്ട് ഓൾ നനയും. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ തിരുമ്പി വെച്ചിട്ട് പിന്നെ ആറിടാം. കുറച്ച് കഴിഞ്ഞാൽ ഒരു വെയിലിലെ വെളിച്ചമൊക്കെ വരും. അന്നേരം കൊണ്ടുപോയി ആറിടാം. അപ്പോൾ വേഗം ഞാൻ തിരുമ്പട്ടെ. അതാണെങ്കിൽ ഫസ്റ്റ്. പിന്നെ അടുക്കളയിലൊക്കെ ഞാൻ എന്തെങ്കിലും ഓളെ കുക്കത്ത് വെച്ചെങ്കിലും ഞാൻ ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും പോയി തിരുമ്പട്ടെ. കുറച്ച് തിരുമ്പാണ്ട്. ഇവിടെയാണെങ്കിൽ അങ്ങനെ ഉണങ്ങി കിട്ടുകയില്ല. കുറേ ദിവസമൊക്കെ നമ്മൾ വെച്ച് വേണം ഉണങ്ങി കിട്ടണമെങ്കിൽ. അപ്പം ഞാൻ ആദ്യം പോയി തിരുമ്പട്ടെ. അപ്പോൾ ഞാൻ തിരുമ്പിയൊക്കെ വന്ന്
അപ്പോൾ ഞാൻ തിരുമ്പി കഴിഞ്ഞിട്ടോ, വേഗം തിരുമ്പിയത്. എന്താ വെച്ചാൽ ഓൾ വേഗം എണീക്കും, കുറച്ച് നേരം ഉറങ്ങുള്ളൂ. അപ്പം തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ ചോറും കറികളൊക്കെ ഉണ്ടാക്കട്ടെ. ഇന്ന് എനിക്ക് തോന്നെ കറിയൊക്കെ കൂട്ടി ചോറ് എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എൻ്റെ മോള് സമ്മതിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കുറേ കറി മീൻസ് ചോറും കറികളും പിന്നെ ഉപ്പേരി അങ്ങനത്തെ കുറേ വിഭവങ്ങളൊക്കെ കൂട്ടി തിന്നാനൊരാഗ്രഹം. അന്നപ്പം ഞാൻ സാമ്പാർ ഉണ്ടാക്കും, അവിയലുണ്ടാക്കണം എന്നുണ്ട്. നടക്കുമെന്ന് അറിയുമല്ലോ, ഓൾ എണീച്ചാൽ നടക്കുമല്ലോ. എണീക്കുന്നതിന് മുന്നേ ഞാൻ മാക്സിമം പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചാൽ പിന്നെ അടുപ്പത്തേക്ക് വെക്കുന്ന ഇതല്ലേ ഉള്ളൂ, അരിയുന്നതാണ് ഓളം കൊണ്ട് എനിക്ക് അധികം ബുദ്ധിമുട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ വേഗം അത് അരിഞ്ഞ് വെക്കട്ടെ. ഉപ്പേരിക്കുള്ള അരിയണല്ലേ, സാമ്പാറും അവിയലും ആദ്യം വെക്കട്ടെ, പിന്നെ ഉപ്പേരിക്ക് വെക്കണം. പിന്നെ മീൻ കറി വെക്കും, മീൻ പൊരിക്കും. പപ്പടമല്ലോ പപ്പടം കണ്ടിട്ട് വരുമ്പോൾ വാങ്ങുമെന്ന് ചോദിക്കണം. അപ്പം ഇന്ന് തോനക്കറിയൊക്കെ കൂട്ടി ചോറ് നിന്നുന്നുണ്ട്. നടക്കുമോ ഇല്ലയോ എന്നറിയില്ല, ഞാനിപ്പോൾ പറയുന്നുണ്ട്, ഉണ്ടാക്കാൻ കഴിയുമോ എന്നറിയില്ല. എന്തായാലും ഞാൻ പണി തുടങ്ങട്ടെ. ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നമ്മൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുപ്പത്തേക്ക് വെച്ചാൽ ഓൾ എണീച്ചാലും വലിയ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് വേഗം ചെയ്യണം. അപ്പോൾ ഇതാ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ടോ, സാമ്പാറിൻ്റെ കഷ്ണങ്ങളും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിതാ പരിപ്പ് ഉള്ളിയോടി അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇത് ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. ഒരടുപ്പത്ത് ഞാൻ അവിയൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നിൽ ഞാൻ അവിയൽ വെച്ചു. ഇനി മറ്റേത് സാമ്പാറിനുള്ള പരിപ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് കഷ്ണം കൂടെ ഇട്ടിട്ട് സാമ്പാറായി. അപ്പോൾ ഇതാ അവിയലിൻ്റേത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഞാനിനി ഉപ്പേരിക്ക് ഉള്ളതുകൂടി അരിഞ്ഞ് വെക്കട്ടെ. ഇനി ഒന്ന് മീൻ കുഴച്ച് വെക്കണം പൊരിക്കാനുള്ളത്. പിന്നെ മീൻ കറിയല്ലേ, ഉപ്പേരി ഒന്ന് അരിഞ്ഞും കൂടി വെക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ ഞാൻ പാല് വാങ്ങിച്ചു തന്നിട്ടോ. ഇത് വാങ്ങിക്കാന്നല്ലാണ് എനിക്കും കണ്ണേട്ടനും വലിയ താല്പര്യമില്ലാത്ത സാധനം പാല്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ഗൈസ്, എൻ്റെ പൊന്നോമൻ എഴുന്നേൽറ്റു. അവന്റെ ചുണ്ടരി ഉറങ്ങി നീച്ചടാ. വെളിച്ചം വന്നല്ലോ, നോക്കി. ആ ഇനി നീക്കണം, ഇനി അങ്ങണ്ടോ അമ്മേന്റെ പൊന്നെ. വാ, ഹായ് ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒന്തോടാ, ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഉറങ്ങുന്നില്ല, ഉറക്കിപ്പിക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഇനി ഭക്ഷണം ഒന്നും ചായൊന്നും കുടിച്ചില്ലല്ലോ. ചായച്ച ഒന്നും കുടിക്കൊന്നുമില്ല. വേറിന് ഒന്ന് എന്തെങ്കിലും ഒന്ന് കൊടുത്തു നോക്കട്ടെ. അപ്പം ഞങ്ങൾ ചായ, വലിയ ചേച്ചി ചായ കുടിച്ചു തരാം. പല്ല് വയ്ക്കാൻ നമുക്ക് ബ്രഷില്ലേ, ബ്രഷ് കാണിച്ചു തരാം. ഞങ്ങളെ ഗൈസ്, ഞങ്ങളുടെ ബ്രഷ് കണ്ടോ? ഇതാണ് അമ്മ ബ്രഷ്. എങ്ങനെ പല്ലേക്ക് എങ്ങനെയാ നമ്മള് കാണിച്ചോ? ഞങ്ങളെ മൂഡ് നല്ല മൂഡല്ല. ഇതാണ് ഞങ്ങൾ ബ്രഷ്. ഞങ്ങളപ്പോൾ പല്ല് തേച്ച് ചായ ഒക്കെ കുടിച്ച് ചുണ്ടരിക്ക് മോളായിട്ട് വരെ എൻ്റെ മോള് ഞാൻ. അപ്പോൾ ഞങ്ങൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ചായ കുടിക്കായിരിക്കും കേട്ടോ. കഴിക്കാമെന്ന് അറിയില്ല, ഓരോ ദിവസം ഓരോ മൂടാ. ഹെഷുണ്ടോടാ ഉപ്പുമാവിന്? ഹെഷുണ്ടോ? അപ്പോൾ ഞങ്ങൾ വേഗം ചായ കുടിക്കട്ടെ.
ചാടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ആറിടാനുള്ളതില്ലേ അത് കൊണ്ടുപോയി ആറിടട്ടെ. കാരണം കുറച്ച് കഴിയുമ്പോഴേക്കും വെയിലിറക്കും. ബട്ട് വെയിലിറക്കുമ്പോഴേക്കും ചിലപ്പോൾ ആറിടാൻ സ്ഥലം ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ വേഗം തിരുമ്പി ആറിട്ടില്ലെങ്കിൽ ഇവിടെ അയലിലൊക്കെ ക്ഷാമമാണ്. അതുകൊണ്ട് ഞാൻ വേഗം കൊണ്ടുപോയി ആറിടട്ടെ, കുഞ്ഞിന് ചായ എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അതാ ഞങ്ങളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി എന്തായാലും ആറിട്ട് വരാം അല്ലേ പൊന്ന? ഞങ്ങളിന്ന് ആറിട്ട് വരട്ടെ. തിരുമ്പി ഇനി അത് കൊണ്ടുവന്ന് അയലിടട്ടെ. വെയിലൊന്നുമില്ല, വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതാ നോക്കി ഇവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടോ, നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ എന്തായാലും ആറട്ടെ. ഇതാണ് ഞങ്ങളുടെ അയൽ. അപ്പോൾ അതാ എൻ്റെ തോരയിടലൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഓരോരുത്തർ ഇതാ തിരുമ്പി ആറിടുന്നുണ്ടോ. ഞാൻ വന്നു നേരെ നോക്കുന്ന അവിയിലാട്ടോ. കനം വെള്ളം വെച്ച് പോയതായിരുന്നു, അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഞാൻ എന്തായാലും ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കട്ടെ. പിന്നെ കുക്കർ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. വിസിൽ വന്ന് ഓഫ് ചെയ്ത് ഞാൻ അതിലേക്കുള്ള കഷ്ണങ്ങളോട് ഇട്ട് ഇതിലേക്കുള്ള അരപ്പും കൂടി ഉണ്ടാക്കട്ടെ. എനിക്ക് അടുക്കളയിൽ ഹെൽപ്പിന് ഒരാളും കൂടി ഉണ്ട്, കാണിച്ചു തരാം. ഹലോ, ഒരു ഹായ് പറയൂ, ടാറ്റാ ബാബായ് പറയൂ, ഒരു ഹായ് പറയൂ, ഒരു ഹായ്. കത്തിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളെ കളി. അപ്പോൾ ഇനി ഞാനും എൻ്റെ പൊന്നാര മുളം കൂട്ടിയാണ് അടുക്കള പറയണം. മുളക് 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 നോക്കുവാണേ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി അരപ്പിനുള്ള തേങ്ങ റെഡിയാക്കട്ടെ. അപ്പോൾ അതാ അവിയിൽ ഏകദേശം ശരിയായിട്ടോ. തേങ്ങ അരച്ച് പാർന്ന് കുറച്ചൊരു വെള്ളമുണ്ട്, അത് ഇത്തിരി ഒന്ന് വറ്റിക്കാണ്ട് അവിടെ കഴിഞ്ഞാൽ എൻ്റെ അവിയിൽ റെഡിയായി. അതൊന്ന് തച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ ഇതാ സാമ്പാറിൻ്റെതും ശരിയായിട്ടുണ്ട്, വിസിലൊക്കെ പോയി. ഞാൻ അതിലേക്ക് അരപ്പും ഒന്ന് വറവിടാൻ കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. അപ്പോൾ അതാ സാമ്പാർ ഞാൻ അരപ്പ് പാർന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞ് നമുക്ക് അതിലേക്കുള്ള വറവ് ആക്കിയിട്ട് അതിൽ ഉപ്പേരി വെക്കാം കേട്ടോ. അപ്പോൾ ഉപ്പേരി നോക്കട്ടെ എന്തായാലും. ഉപ്പേരി എന്തുണ്ട് ഇന്ന് മാറ്റി വെക്കാം. ചോറിന് വെക്കണം, കുടിക്കാൻ വേണ്ടി മീൻകറി വെക്കാം. ഇതൊക്കെ മീൻകറിയും ചോറ് കളിക്കാൻ പറ്റിയ ചില മീന് അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. തേങ്ങ അരച്ചൊന്നുമല്ല, മുളകിട്ട് വെക്കുകയാണ്.
അടച്ചു വെക്കാം. മീന് ആയിക്കോട്ടെ. അപ്പൊ നമുക്കിനി നമുക്ക് ചോറിന് വെള്ളം വെക്കാം. രണ്ടും രണ്ട് വീട്ടിലെ അവനെ വേഗം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതാ മീൻകറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഞങ്ങളെ സ്വഭാവം നല്ലോണം മാറുന്നുണ്ട്, ചീഞ്ഞ സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മീൻകറി ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ചോറിന് ഇതാ അരി ഇട്ടിട്ടുണ്ട്. അപ്പം അത് മീൻ ഒന്നുകൂടി തിളച്ച് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് വെക്കൂ. ചോറൊന്ന് വേവുമ്പോഴേക്കും ഞങ്ങൾ പോയിട്ടൊന്ന് കുളിച്ച് മാറ്റി വരാം കേട്ടെ. ആയിക്കോട്ടെ. അപ്പോൾ ഞങ്ങളിനി കുളിച്ച് മാറി വന്നിട്ട് കാണാം. അപ്പോൾ അതാ ഞങ്ങൾ കുളിച്ച് വന്നു. കുളിച്ചിട്ടില്ല കേട്ടോ. കുളിച്ചില്ല വെച്ചാൽ തല കഴുകിയിട്ടില്ല. ഞങ്ങളിതാ മേല് മാത്രമേ കഴുകിയിട്ടുള്ളൂ. വെച്ചാൽ നല്ല തണുപ്പാണ്. ഇപ്പം രാവിലെ എനിക്ക് കുറച്ചൊരു വെളിച്ചം തോന്നി. ഇപ്പം രണ്ടാമത് നല്ല മഞ്ഞ് മൂടിയിട്ടുണ്ട്. നല്ല തണുപ്പാണ്. അത്രയും സഹിയിട്ടിട്ട് ഞാൻ തലയിലൊക്കെ ഇട്ട് നിൽക്കുന്നത്. എന്താ വെച്ചാൽ വല്ലാണ്ട് തണുപ്പ് തോന്നുന്നു. ഇതാ കുഞ്ഞാപ്പിത ഞങ്ങൾ കുളിച്ച് പൊപ്പിട്ടല്ല, മേല് കഴുകിയിട്ടേ ഉള്ളൂ. ഇതാ കാണുന്നുണ്ടോന്ന് അല്ലത് എനിക്കറിയില്ല. അങ്ങോട്ട് നോക്കിയാൽ അവിടെ കണ്ടോ ഒരു മഞ്ഞ മൂടൽ മഞ്ഞുണ്ടോ ബിൽഡിങ്ങിൻ്റെ ബാക്കിലൊക്കെ. അങ്ങനെ നന്നായിട്ട് അവിടെയൊക്കെ മഞ്ഞ് മൂടി കിടക്കുക കണ്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഇന്ന് വെറുതെ തിരുമ്പി ആറിട്ട് തോന്നുന്നു. ചലന്ന് എന്തായാലും ഉണങ്ങി കിട്ടൂല. താഴെ പോയി എടുക്കണം. പിന്നെ ഞങ്ങൾ അതുകൊണ്ട് മേല് കഴുകി കഴിഞ്ഞപ്പോൾ തണുപ്പ് കൂടിയോണം തോന്നുന്നു. നല്ല തണുപ്പുണ്ട്. യോഗ്യ തണുക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ എന്തായാലും വെയിൽ ഇറക്കില്ല. ഞാൻ വിചാരിച്ചു നേരത്തെ പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒന്ന് പാർക്ക് പോവാ പിള്ളേയും കൊണ്ട്. കുറച്ച് ദിവസമായി ഞങ്ങൾ പാർക്കിലൊക്കെ പോയിട്ട് ആൾക്ക് ചെറിയൊരു വയ്യായിക ഉണ്ടായിരുന്നു. ഒരു ജലദോഷവും ചുമയും അങ്ങനത്തെ ഓരോ കാര്യങ്ങളായിട്ട് അപ്പോൾ ഏകദേശം മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നൊന്ന് പാർക്കിലൊക്കെ കൊണ്ടുപോകാൻ വിചാരിച്ച് നേരത്തെ പണി കഴിച്ചതായിരുന്നു. അപ്പോഴേക്കും ഇങ്ങനെയായി. ഇപ്പം എന്തായാലും മഞ്ഞത്തേക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല. നല്ല തണുപ്പുണ്ട്, ഉള്ളിൽ നല്ല തണുപ്പുണ്ട്. അപ്പോൾ എനിക്ക് പുറത്ത് നല്ലോണം ഉണ്ടാവില്ലേ. പിന്നെ അവർക്ക് ഫുഡ് കൊടുത്തു, അരി ഊറ്റി വെച്ചു. ഏകദേശം അടുക്കളപ്പണികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കണ്ണേട്ടം വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനേ ഉള്ളൂ. വേറെ വലിയ പരിപാടികളും പണികളൊന്നുമില്ല. ഒരു കുറച്ച് നേരം കൂടി നോക്കിയിട്ട് അയലത്തേത് എടുക്കാം. ചിലപ്പം മഴ പെയ്യാനും ചാൻസ് ഉണ്ട്. നാളെ മൂടി ശരിയില്ല. ഞാൻ അവൾക്ക് ചോറ് കൊടുത്തോട്ടെ. കഴിക്കുകയാണെങ്കിൽ ചോറ് കൊടുത്ത് ഉറങ്ങണ്ടേ. അപ്പം നമുക്ക് കണ്ണേട്ടം വന്നിട്ട് കാണാം. വേറെ പണികളും കാര്യങ്ങളും ഒന്നുമില്ല. ഇനി ഫുഡ് കഴിക്കാനേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതാ സമയം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടോ. കണ്ണേട്ട ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും. കുഞ്ഞാപ്പി ഉറങ്ങി. ഞാൻ കുറച്ചുകൂടി ഉറക്കാണ്ട് നോക്കിയിരുന്നു. ഭക്ഷണം അവൾ കഴിച്ചില്ല. കഴിക്കാണ്ട് അവൾ ഉറങ്ങി. പിന്നെ അപ്പോൾ ഞാൻ ഫുഡൊക്കെ എടുത്ത് കൊണ്ട് വെച്ചിരിക്കുന്നു. ഫുഡ് കാണിച്ചിരുന്നേട്ടോ. ആദ്യം തന്നെ സാമ്പാറുണ്ട്, പിന്നെ അവിയലുണ്ട്, പിന്നെ മീൻ മുളകിട്ട് വെച്ചതുണ്ട്, പിന്നെ ബീൻസും ക്യാരറ്റും ഉപ്പേരി വെച്ചിട്ടുണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, പിന്നെ ചോറും ഉണ്ട് കേട്ടോ. ചോറ് ഞാൻ അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വെച്ചില്ല. ഇത് ഞാൻ അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വെച്ച് ഏട്ടൻ വന്ന് വേഗം കൊടുക്കണം. വെച്ചാൽ ഇപ്പോൾ 1 മണി 1:15 ആകുമ്പോഴേക്ക് എത്തും. തിരിച്ച് 2 മണിയാകുമ്പോൾ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ വേഗം ഇത് കൊണ്ടുവച്ചതാണ്. ഈ ചോറൂടെ എടുത്ത് വെച്ചാൽ പരിപാടി കഴിഞ്ഞതാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണെന്ന്. ഇനി ഫുഡ് കഴിക്കുമ്പോൾ വേണം. അപ്പോൾ അതാ ഞങ്ങൾ ചോറ് വിളമ്പി കണ്ണേട്ടനെ വന്നിക്കിന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴിച്ചു ഫ്രീ ആയി. ഇന്നിപ്പോൾ ഇലയിൽ കഴിച്ചുകൊണ്ട് വലിയ ആശ്വാസം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ എനിക്ക് പാത്രം കഴുകുന്നതിന് മടിയായിട്ടല്ല, എപ്പോഴും കൈ ഇങ്ങനെ നനയുമ്പോൾ എൻ്റെ അമ്മ നമുക്ക് കൈ ഇങ്ങനെ പിടിക്കാനാവില്ല. ഒരുമാതിരി എന്താ പറയുക,
നമുക്ക് അറിയൂല, കൈ ഇങ്ങനെ കൂടി പോകുമ്പോഴൊക്കെ തോന്നും. കാരണം അങ്ങനെ തണുപ്പ് അവിടുത്തെ വെള്ളത്തിൽ. അടുക്കളയിൽ തണുത്ത തന്നെ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പോയി ചൂടുവെള്ളം എടുത്ത് വെക്കട്ടോ. പക്ഷേങ്കിൽ ഞാൻ പെട്ടെന്ന് വിടുമ്പോൾ എപ്പോഴെപ്പോഴും ചെല്ലുമ്പോൾ നടക്കില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇന്ന് പെലയിലായതുകൊണ്ട് അധികം പാത്രങ്ങൾ കഴുകി വെക്കേണ്ട ബുദ്ധിമുട്ടുണ്ടായില്ല. അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടിപൊളിയായിട്ടോ. അടിപൊളിയായിട്ടല്ല, എനിക്ക് പൂതിയായിട്ടുണ്ടാക്കി. പൂതിച്ചാൽ നമ്മളിങ്ങനെ ഫോൺ തുറന്നു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഞാൻ ഏറ്റവും കൂടുതലെന്ന് കാണുക ഷോർട്സ്. അത് ഈ ഫുഡിൻ്റേതാണ് കാണുക. അത് കാണുന്ന നേരം ഇങ്ങനെ ഓരോരോ വെറൈറ്റി ഐറ്റംസ് ഫുഡ് കാണുമ്പോൾ കൊതിയാവും. നാട്ടിലാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പോയി കഴിക്കും. പക്ഷേങ്കിൽ ഇവിടുന്ന് അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇവിടെ നമുക്ക് ഒരിക്കലും നമ്മളെ നാട്ടിലെ ഫുഡ് ഇവിടെ കിട്ടാൻ പോകുന്നില്ല. പിന്നെ അതുമല്ല, ഇവിടുന്ന് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഇല്ല. ഒരു ടേസ്റ്റും എനിക്ക് അത്ര ഇഷ്ടമല്ല അവിടുത്തെ ഫുഡ്. പിന്നെ ഇത്തിരെങ്കിലും ഒരു ടേസ്റ്റുള്ള ഒരു സ്ഥലത്തുനിന്ന് കിട്ടും. നമ്മളെ നാട്ടിലെ ഏകദേശം മസാലേൻ്റെ ഇതൊക്കെ ഉള്ള ഒരു ബിരിയാണി. അത് വലിയ കുഴപ്പമില്ല. എന്നാലും നമ്മളെ നാട്ടിലെ ബിരിയാണി കിട്ടുമല്ലോ, നമ്മളെ കോഴിക്കോടെ. എനിക്ക് നാട്ടിൽ വരണം. നാട്ടിൽ വന്നാൽ ഫസ്റ്റ് ഞാൻ പോവാം ഭക്ഷണം കഴിക്കാൻ. എനിക്ക് അതേ ഉള്ളൂ. എന്താ അറിയുമല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫുഡ്. അതും ഇന്നത് എന്നല്ല, എല്ലാ ടൈപ്പ് ഫുഡും കഴിക്കാൻ ഇഷ്ടം. നമ്മളെ നാട്ടിലെ എല്ലാ ഫുഡും ഞാൻ കഴിക്കും. അപ്പം അത്രയും ഗതി കേട്ടിട്ടാണ് ഞാൻ. എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാം, മീൻ മുളകിട്ടതൊന്നും കൂട്ടലോ അതിൻ്റെ കൂട്ടി ചോറ് തിന്നുക. എനിക്ക് മീൻ കറി എന്നെ ഇഷ്ടമില്ലാത്തോളാം. പക്ഷെ ഞാൻ ഇന്നിവിടെ മീൻ കറി ഉണ്ടാക്കി, എൻ്റെ കണ്ണാട്ടൊന്നും താല്പര്യമില്ല. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ എന്തുകൊണ്ടാ വെച്ചാൽ എനിക്ക് അവൾക്ക് കഴിക്കാനുള്ള കൊതിയായിട്ടാണ്. നമ്മളിങ്ങനെ നാട്ടിലെ ഫുഡേ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്നതിനൊക്കെ എന്ത് രസം അറിയോ. രണ്ടമ്മമാരേത് രസമാട്ടോ. എനിക്ക് ഇഷ്ടം രണ്ടാളുണ്ടാക്കുന്ന ഫുഡ്. അതിൽ എനിക്ക് എൻ്റെ അമ്മേനെക്കാളും കൂടുതൽ കണ്ണേട്ടൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മീൻ കറി, മീൻ മുളകിട്ട് വറ്റിച്ച് വെക്കുന്നതിന് നല്ല ടേസ്റ്റാട്ടോ. അതെനിക്കിഷ്ടമാണ്. എൻ്റെ അമ്മ അങ്ങനെ മുളകിട്ട് വെക്കല്ല, തേങ്ങ അരച്ച് തന്നെയാണ് അധികം വെക്കൽ. പിന്നെ അവിയൽ എനിക്ക് എൻ്റെ അമ്മേൻ്റെ ഇത് ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കുന്ന അവിയൽ. പക്ഷെ അങ്ങനെ നാട്ടിൽ ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ അവിയൽ ഉണ്ടാക്കാനായാലും തൈരൊന്നും പുളിക്കൂല. അപ്പോൾ ആ തൈരിൻ്റെ ഒരു പുളിയും കൂടി വരുമ്പോൾ അല്ലേ ടേസ്റ്റ് ഉണ്ടാവുക ആ അവിയലിൽ. ഇതിപ്പം കുറച്ച് പുളി കുറവുണ്ടെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു തരത്തിലാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞു. ഇതാ ഇവിടുത്തെ ക്ലൈമറ്റ് കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം അവസ്ഥ തന്നെ കണ്ടില്ലേ. ഒരു മൂടി നിൽക്കുന്നത്, ഒരു മഞ്ഞ മൂടൽ കണ്ടില്ലേ ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ. ഒരു മൂടലാണെന്ന്. ഇന്ന് വലിയൊരു സുഖമുള്ള കാലാവസ്ഥയല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചതായിരുന്നു ഇന്നൊന്ന് പുറത്തിറങ്ങണം, കുഞ്ഞിനെയും കൊണ്ട് പാർക്ക് പോവാന്നൊക്കെ വിചാരിച്ചത്. കുറേ ആയില്ലേ. പക്ഷെ ഇന്നിപ്പോൾ അതിന് നടക്കൂല. നോക്കട്ടെ, വൈകുന്നേരം വലിയ തണുപ്പ് തോന്നുന്നില്ല വെച്ചാലൊന്ന് ഞങ്ങൾ പുറത്തിറങ്ങും. കുഞ്ഞിപ്പണി നല്ല ഉറക്കത്തിലാണ്, കാണിച്ചു തരാം. നല്ല ഉറക്കിലാണ് ആള്. ഇതിപ്പോൾ ഉറങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും എണീക്കും. പിന്നെ ഞങ്ങളിവിടെ അലമ്പായിരിക്കും. എനിക്കോട്ടെ. അപ്പം ഇനിയിപ്പോൾ കണ്ണേട്ടൻ 2 മണിയാകുമ്പോഴേക്കും പോകണം. ഇപ്പോൾ 1:30 പിന്നെ എന്താ. അപ്പോൾ ഇതാ എൻ്റെ കുഞ്ഞാപ്പി എണീച്ചു. ഏകദേശം ഇപ്പോൾ 2:45 ആയിട്ടോ. കണ്ണേട്ടൻ പോയി. അപ്പം ഇനി ഇവക്ക് ഞാൻ ചോറ് കൊടുക്കട്ടെ. തിന്നിട്ടില്ല. മാമു ഇന്നാ മാമു അപ്പോൾ ഞാൻ ഒക്കെ ഫുഡ് കൊടുക്കട്ടെ. കാണാം. അപ്പോൾ അതാ മണിക്കൂറുകൾ നീണ്ടു നിന്ന, മണിക്കൂറുകളല്ല കേട്ടോ, 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നീണ്ടു നിന്ന ചോറ് കഴിക്കലിന് ശേഷം എന്നെക്കുറിച്ചാണ് പറയുന്നത്. നോക്ക്, ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ചോറുന്നു. ഭക്ഷണം വളരെ കുറവാണ്. അപ്പോൾ കുറച്ച് ചോറ് കഴിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ അയലിലിട്ടത് എടുത്തുകൊണ്ട് പോട്ടെ. എന്നാൽ അധികം വെയിലൊന്നുമില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും തീരെ ഒരു ഇതുണ്ടാവില്ല. ഒരു വെള്ളം തായ്ക്കുന്നതായിരിക്കും, പക്ഷെ ഉണങ്ങാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാനത് പോയി എടുത്തുകൊണ്ട് പോട്ടെ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പടിക്കും. അപ്പോൾ എടുത്തുകൊണ്ട് വന്ന് നോക്കട്ടെ. കുഴപ്പമില്ല. പുറത്ത് പോയിട്ട് വലിയ തണുപ്പില്ലെങ്കിൽ ഞങ്ങളൊന്ന് പാർക്കിലേക്ക് ഇറങ്ങും. ഇല്ലേ? അപ്പോൾ ഇതാ ഇപ്പം ഏകദേശം സമയം എനിക്ക് തോന്നുന്നു 5:30 ആയി. പക്ഷെ ഇവിടെ അത്യാവശ്യം ഇരുട്ടായിട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ ചൂടോടത്തൊരു ചായ ഇട്ട് കുടിക്കാം. പതിവില്ല കേട്ടോ, പക്ഷെ എന്നൊന്നും കുടിക്കാൻ തോന്നി. അന്ന് രാവിലെ കൊണ്ടുവന്ന പാൽ അപ്പടി കിടക്കുക, തീരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് പാലെടുത്തിട്ട് ഞാനൊരു ചായ ഉണ്ടാക്കട്ടെ.
ഇതാ പുറത്ത് കണ്ടോ ഇരുട്ടായി 5:30 ആയിട്ട് 5:30 5:45 ഉണ്ടാവും ഇപ്പോൾ. നോക്കി അത്യാവശ്യം നല്ല ഇരുട്ടായി, സ്ട്രീറ്റ് ലൈറ്റൊക്കെ കത്തി തുടങ്ങി. അപ്പോൾ ഇതാ എൻ്റെ ചായ ആയിട്ടുണ്ട്. ചായയും ഇത് ഇവിടെ കിട്ടുന്ന ഒരു നമുക്കിനാണ്, നമ്മളെ നാട്ടിലെ മിച്ചറൊക്കെ പോലുള്ള അതും ഒരു ഓറിയോ ബിസ്ക്കറ്റും. അപ്പോൾ ഇതാ എൻ്റെ ചായയായി, ചായ കുടിക്കാൻ പോവാണ്. ചൂടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പൊതുവേ ഞാൻ പറഞ്ഞില്ല പതിവില്ലാത്തതാണ്, പക്ഷേ ഇപ്പോൾ ഞാൻ ഇന്ന് അത്യാവശ്യം നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. അപ്പോൾ തണുപ്പത്തൊരു ചൂടുള്ള ചായ ആവാം എന്ന് കരുതി. പിന്നെ പാലും വേസ്റ്റായി പോകുള്ളൂ, ഇവിടെ യൂസ് ചെയ്യില്ല. ഇനി ബാക്കിയുള്ളത് എടുത്ത് പനീർ അങ്ങാൻ ഉണ്ടാക്കണം. അല്ലാണ്ട് തൈര് ഉണ്ടാക്കാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുളിച്ച് കിട്ടൂല, ആ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ചായ കുടിച്ചോട്ടെ. അപ്പോൾ അതാ എൻ്റെയും കുഞ്ഞാപ്പിൻ്റെയും ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇനി ഞാൻ എന്താ പാല് ഇന്നലത്തേതുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പനീർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. കാണിച്ചത് കണ്ടോ, പാല് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പനീറാക്കാനാട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. 8 മണിക്കായിട്ടോ. വെച്ചാൽ വേഗം കഴിക്കുകയാണ്. കണ്ണേട്ടൻ നിന്ന് ഡ്യൂട്ടിക്ക് പോകാണ്ട്. പിന്നെ കുഞ്ഞാപ്പിക്ക് ഉറക്കം വന്നു, അതുകൊണ്ട് കഴിക്കാൻ പോവാണ്. പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല, ഉച്ചത്തെ സെയിം സാധനങ്ങൾ കാണിച്ചു തരാം. സെയിം ചോറ്, സാമ്പാർ, അവിയൽ, ഉപ്പേരി, മീൻ വറുത്തത്, മീൻ കറി പ്ലസ് വെള്ളം. അപ്പം ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ. അപ്പോൾ അതാ ഞങ്ങളെ രാത്രിത്തെ ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഇനി ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും നല്ലൊരു ചില്ലറ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. കുഞ്ഞാപ്പി ഒരു ഗുഡ് നൈറ്റ് പറ. അപ്പോൾ ബൈ.